കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ യാത്രയ്ക്ക് കൊല്ലത്ത് ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി. കൊല്ലം ജില്ലാ അതിർത്തിയായ ചടയമംഗലത്തെത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണി കപ്പിൽ പുഷ്പഹാരം അണിയിച്ചു. പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ സ്വർണ്ണക്കപ്പ് മന്ത്രിക്ക് കൈമാറി. ചടയമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും NCC, SPC സേനാംഗങ്ങളും അണിനിരുന്ന ഘോഷയാത്രയും പരേഡുകളും ബാൻഡ് മേളങ്ങളും മറ്റു വാദ്യാഘോഷങ്ങളും കലാരൂപങ്ങളും സ്വീകരണവേളയിലെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരി വി നായർ, കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KA ലാൽ പുനലൂർ, വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ഗോപിനാഥ്, ചടയമംഗലം വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി, പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് S മംഗലത്ത് എന്നിവർ കപ്പിന് വരവേൽപ്പ് നൽകി. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമൂലയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച് വരവേൽപ്പ് നൽകി. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുവാൻ പോവുകയാണ്. നമുക്കറിയാം, അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് നേടിയെടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ച് ഇന്ന് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്ന പതിവ് 1986 മുതൽ തുടങ്ങിയതാണ്. മഹാകവി വൈലോപ്പിള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് 117.5 പവനുള്ള സ്വർണ്ണക്കപ്പ് പണിതീർത്തത്. 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്.